ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, മഹാനായ ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായൊരു വചനമുണ്ട്. When you want to conquer a country, then you thoroughly learn about the history of that country. Then half work is done. ഒരു രാജ്യത്തെ നിങ്ങൾക്ക് കീഴടക്കണമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിന്റെ ചരിത്രം നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ പകുതി പണി പൂർത്തിയായി. അതുകൊണ്ട് തന്നെയാവണം മലബാറിനെ സമഗ്രമായി പഠിക്കുമ്പോൾ അതിന്റെ ചരിത്രവും കൂടി ആദ്യമായി വിശകലനം ചെയ്യപ്പെടുന്നത്. ഈ കേരളത്തിലെ ഉത്തരഭാഗത്തെ മലബാർ എന്ന പദം ചരിത്രഗ്രന്ഥങ്ങളിൽ ആദ്യമായി ഉപയോഗിച്ചത് പ്രശസ്ത മധ്യകാല ചരിത്രകാരനായ അൽ ബിറൂനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ തഹ്ഖീഖ് ഹിന്ദിലാണ്. പിന്നീട് ഈ പ്രദേശത്തെ വ്യത്യസ്തങ്ങളായ പേരുകളിലായിരുന്നു വ്യത്യസ്തങ്ങളായ കച്ചവടക്കാർ, വിദേശികൾ വിളിച്ചു വന്നിരുന്നു. മലബാർ, മണിബാർ, വലിബാർ, മൾബാർ എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിലായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. എന്ന് തന്നെയായാലും മധ്യകാല കേരളത്തിൽ മലബാർ എന്ന പ്രദേശം ഏറ്റവും സമ്പുഷ്ടമായ ഒരു പ്രദേശമായിരുന്നു. കച്ചവടത്തിലും ഭൂമിശാസ്ത്രപരമായിട്ടും ഏറ്റവും അനുഗ്രഹീതമായ നാടായിരുന്നു മലബാർ. ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങളുള്ള യൂറോപ്യന്മാരെയും പൗരസ്ത്യ ദേശത്തെയും ഒക്കെ നന്നായി ആകർഷിച്ചിരുന്ന മലബാർ എന്തുകൊണ്ടും ലോകത്ത് തന്നെ അറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നിരവധി വിദേശ സഞ്ചാരികൾ, വിദേശ കച്ചവടക്കാർ ഈ പ്രദേശത്ത് എത്തുകയുണ്ടായി. ഈജിപ്തുകാർ, അറബികൾ, തുർക്കികൾ, എത്യോപ്യ, ചൈന, പേർഷ്യ എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിദേശ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും നന്നായി കച്ചവട സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മധ്യകാല കേരളം. മധ്യകാല കേരളത്തിൽ മലബാറിന്റെ സവിശേഷത നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നന്നായി സമർശപ്പെട്ടിരുന്ന വിദേശ സഞ്ചാരികളുമായി ഏറ്റവും നന്നായി ഇടപഴകിയിരുന്ന ജനവിഭാഗമായിരുന്നു മലബാർ. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്കും ഏറ്റവും നല്ല ഒരു ആകർഷണീയമായ സ്ഥലമായിരുന്നു മലബാർ. പക്ഷേ ഈ മലബാറിന്റെ ഈ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം നിർഭാഗ്യവശാൽ 1498 പോർച്ചുഗീസുകാർ മലബാറിലെത്തിയതോടുകൂടി പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോർച്ചുഗീസുകാർ മലബാറിലെത്തുമ്പോൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് അറബികളും അതോടൊപ്പം തന്നെ അറബികൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് ഈ മലബാറിലെ ജനവിഭാഗങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, എങ്ങനെയെങ്കിലും അറബികളെ ഈ പ്രദേശത്ത് നിന്ന് തുരത്തണം. അവർക്ക് രണ്ടാമത്തൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു. കാരണം 10, 11, 12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നടന്നിരുന്ന കൃഷിയുദ്ധങ്ങൾ വഴി അറബികളോട് ഒരു വല്ലാത്ത ഒരു പകയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികളെ എങ്ങനെയെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് തുരത്തിയാൽ മാത്രമേ തങ്ങൾക്ക് ഈ മലബാർ കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു നല്ലൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് മലബാറിൽ അധീശത്വം സ്ഥാപിക്കാനുള്ള തന്ത്രപരമായ നീക്കുപോക്കുകൾ നടത്തുകയുണ്ടായി. മലബാറിലെ ജനങ്ങളോടും അതേപോലെ അറബികളോടും ക്രൂരമായിട്ടാണ് പോർച്ചുഗീസുകാർ പെരുമാറിയത്. ആ കാലഘട്ടത്തിലെ ചരിത്രം ഗ്രന്ഥമായ ഏറ്റവും പ്രശസ്തമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ